തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുദിന മനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ ഈ തിരുവചനത്തിലൂടെ വ്യത്യസ്തമായ ഒരു തിരിച്ചറിവിന്റെ പാതയിലൂടെ നമ്മെ നയിക്കുന്നു. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന 2 വ്യക്തികളെയാണ് ഈ തിരുവചന ഭാഗത്തിൽ നാം കാണുന്നത്. ഒന്നാമതായി തിരുവചനത്തിൽ ഒരു ന്യായാധിപൻ വന്ന് യേശുവിനോട് പറയുന്നു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കുമെന്ന്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ യേശു നിരുത്സാഹപ്പെടുത്തുന്നു. രണ്ടാമതായി യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് അവനോട് പറയുന്നു, കർത്താവേ, എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. വിശുദ്ധത്തിൽ ത്യാഗമുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തുവാനായി യേശു അവനോട് പറയുന്നു, മരിച്ചുപോയവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. കർത്താവിന്റെ ഈ 2 വചനങ്ങളും മനുഷ്യരിൽ നിന്ന് ത്യാഗവും സഹനവും ആവശ്യപ്പെടുന്നുവെന്ന് വ്യക്തമാകുന്നു. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ലൗകികമായ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് യേശു പഠിപ്പിക്കുന്നു. കർത്താവിനെ അനുഗമിക്കുന്നവൻ അവിടുത്തെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കണം. നോമ്പിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും നാളുകളിലൂടെ യേശുവിന്റെ പീഡാനുഭവത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മോടും യേശു മൗനമായി ആവശ്യപ്പെടുന്നതും ഒരേ ഒരു കാര്യമാണ്. നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ജീവിത വ്യഗ്രതകളിൽപ്പെട്ട് ഓടി നടക്കുമ്പോൾ ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച അവസരത്തിൽ ഉറങ്ങി എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞ ശിഷ്യന്മാരെ പോലെ നിങ്ങളും നിങ്ങളുടെ ജീവിത വ്യഗ്രതകൾ കൊണ്ട് എന്നെ തനിച്ചാക്കുകയല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തു നോക്കാം. ഈശോയിൽ നിന്ന് നാം ഒരു കയ്യെത്തും ദൂരത്താണോ അതോ കല്ലേറ് ദൂരത്താണോ? എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.